ബഹീർദോഹി അഹം ദൈത്യ സസ്ത്രിയാ സത്പതിര്യഥാ സുഖരൂപ പ്രബോധജ്ഞാ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മേധജ്ഞാനം വിനാശയ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യ യതോ അന്യാത് ഇതരതച്ച അർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യസൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അംശാ താംനാസേന സദാ നിരസ്തഭോഗം സത്യം പരം ധീമഹി. ധർമ്മ പ്രോജിത കൈതവോ അത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരിരീശ്വരഃ സദ്യോ ഹൃദ്യ അവരുദ്ധതേ അത്ര കൃതിഭിഃ ശുശ്രൂഷുഭിഃ ദക്ഷണാത്. നിഗമകൽപതരോ ഗലിതം ഫലം സുഖമുഖാത് അമൃതദ്രവ സംയുതം പിബതാ ഭാഗവതം രസമാലയം മുകുരകോ രസികാ ഭുവി ഭാവുകാഃ. സൂത ഉവാച യം പ്രവർജന്തമനുപേതമപേതകൃത്യം ദൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാതരവോ അവിനേതു സംസർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്സാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിദീക്ഷതാം തമോന്ധം സംസാരിണാം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേ. ഹരേ കൃഷ്ണ. ഓം തത്സത്. വീണ്ടും അനന്ത പത്മനാഭ സംഘത്തിലെ ശ്രേഷ്ഠരായ ഭക്തന്മാരെ കാണാൻ സാധിക്കുന്നതിൽ, സംസാരിക്കാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. ശ്രീ സാധികത്ത പ്രഭു പറഞ്ഞു അൺടൈമിങ്ങിൽ. അൺടൈം അല്ല, ഇത് യഥാർത്ഥ സമയമാണ്. ഹരേ കൃഷ്ണ. വളരെ ശ്രേഷ്ഠമായ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം പ്രഭു, ക്ലിയറാ. എത്ര മണിയായി? ഇപ്പൊ ഇവിടെ 4:45, 4:30 കഴിഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോള് വളരെ ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഏതൊക്കെയായിരുന്നു? എന്തോ? ശ്രീകൃഷ്ണ ജയന്തി, ശ്രീകൃഷ്ണ ജയന്തി, പിന്നെ ബലരാമ ജയന്തി, ബലരാം ജയന്തി, ശ്രീകൃഷ്ണ ജയന്തി, ഗുരുപൂർണിമ, ഗുരുപൂർണിമ, വ്യാസപൂർണിമ. അതിന് മറ്റൊരു പേരെന്താണ്? ശരിക്കും എന്താ ഉത്സവം? എന്തോ? നന്ദോത്സവം. നന്ദോത്സവം. ശരിക്കും പ്രഭുപാദ ജയന്തി. പ്രഭുപാദ ജയന്തി എന്ന് പറയുമോ? അറിയില്ല. നന്ദോത്സവം. വ്യാസപൂജ എന്ന് പറയും. വ്യാസപൂജ, പ്രഭുപാദരുടെ അപ്പിയറൻസ് ഡേ, വ്യാസപൂജ എന്ന് പറയും. ആ ദിവസം നന്ദോത്സവത്തിന്റെ ദിവസമാണ് നമ്മൾ പ്രഭുപാദരുടെ വ്യാസപൂജയായിട്ട്, നമ്മൾ അപ്പിയറൻസ് ഡേ വ്യാസപൂജയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. നന്ദോത്സവം. അഷ്ടമിരോഹിണിയെ ആക്ച്വലി അഷ്ടമിരോഹിണി കഴിഞ്ഞിട്ടാണ് എല്ലാം പ്രോഗ്രാം. അപ്പം പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ ആഘോഷങ്ങളെല്ലാം ചെയ്യേണ്ടത്. നന്ദ മഹാരാജാവ് എല്ലാരെയും വിളിക്കുന്നു. വസുദേവര് മനസ്സാൽ 1000 പശുക്കളെ ദാനം ചെയ്തു. നന്ദഗോപര് ഫിസിക്കലി അവിടെ
1000 പശുക്കളെ ദാനം ചെയ്യുന്നു. ബ്രാഹ്മണരെയും വൈഷ്ണവരെയും വിളിക്കുന്നു. ബ്രജഭൂമിയിലെ എല്ലാ ഭക്തന്മാരും എല്ലാ ഭക്തജനങ്ങളും അവിടെ ഒത്തുകൂടുന്നു. ഭഗവാന്റെ ആ അത്ഭുതകരമായ ദർശനം, ആ ജനനം എല്ലാവരും ആഘോഷിക്കുന്നു. അതിനെ നന്ദോത്സവം എന്ന് പറയുന്നു. ഹരേകൃഷ്ണ പ്രസ്ഥാനം ഈ നന്ദോത്സവത്തിൽ വ്യാസപൂർണിമയും ആഘോഷിക്കുന്നു, ശീല പ്രഭുപാദരുടെ അപ്പിയറൻസ് ഡേ ആയിട്ട്. ഇനി നേരത്തെ പറഞ്ഞു ജയന്തി, ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയും, ശ്രീരാമ നവമി എന്ന് പറയും. മറ്റ് ഒന്നിനോടും സാധാരണഗതിയിൽ ജയന്തി എന്ന് കൂടിച്ചേർത്ത് പറയാറില്ല. ഇൻക്ലൂഡിങ് നമ്മൾ ഈ പറയുന്ന സോക്കാൾഡ് ഗാന്ധി ജയന്തി എന്ന് വിചാരിക്കുന്നത്. ഗാന്ധി ജയന്തി എന്ന് പോലും നമുക്ക് ശാസ്ത്രപ്രകാരം പറയാൻ പാടില്ല എന്നർത്ഥം. ജയന്തി ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് മാത്രമാണ്. ഹരേ കൃഷ്ണ. അപ്പം ഇനി എന്താ വരാൻ പോകുന്നത്? രാധാഷ്ടമി. ദീപാവലി. രാധാഷ്ടമി. നടന്നുകൊണ്ടിരിക്കുന്നത് ജൂലൻ യാത്ര അല്ലേ? അല്ലേ? യാത്ര കഴിഞ്ഞല്ലോ മതി. കഴിഞ്ഞു. അതെ, കഴിഞ്ഞു. അതെ, കഴിഞ്ഞു. ഈയിടയ്ക്ക് ആ ആഘോഷവും ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. എത്ര പേര് ഭഗവാനെ ഊഞ്ഞാലാട്ടി? എത്ര ഊഞ്ഞാലാട്ടി? ഹരേ കൃഷ്ണ. പ്രഭു മനസ്സിലാക്കി ഭഗവാനെ. എന്തോ? കാരണം ഇവിടെ ബദാം ക്ഷേത്രത്തില് കൃഷ്ണ ജയന്തി ആഘോഷിക്കാനായിട്ട് പോകാമെന്നുള്ള തിരക്കിലായിരുന്നു കൂലൻ യാത്ര. ഹരേ കൃഷ്ണ. രാധാഷ്ടമി എന്നാ വരുന്നത് ഇനി? 11 സെപ്റ്റംബർ 11. സെപ്റ്റംബർ 11. ഒരു ദിവസമുണ്ട്. അപ്പൊ അടുത്ത ആഴ്ച രാധാഷ്ടമി അടുത്ത് സംസാരിക്കും. വെരി ഗുഡ്. അപ്പം ഇതിനെല്ലാം നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഇതെല്ലാം ആഘോഷിച്ചതിന് ഒരു പ്രത്യേക സമയം നോക്കി, ഇല്ലേ? ശരിയല്ലേ? അല്ലേ? ആണോ? അല്ലേ? അതെ പ്രഭു. സമയം നോക്കി. അപ്പൊ എല്ലാത്തിനും ഒരു സമയം ഉണ്ട് എന്നർത്ഥം, ഒരു ശുഭമുഹൂർത്തം, അല്ലേ? ആണോ? അപ്പൊ ഭഗവാന്റെ നമ്മുടെ മുന്നിലുള്ള അപ്പിയറൻസ് ഡേ എപ്പോഴായിരുന്നു? അഷ്ടമി രോഹിണി നാളിൽ. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാല് ജയന്തി 12 രാത്രി 12 മണി കഴിഞ്ഞിട്ട്. കൃഷ്ണാഷ്ടമി ദിവസം. അപ്പം നമ്മൾ വടക്കൻ കേരളവും മറ്റു സംസ്ഥാനങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയൊക്കെ ആയിട്ട് ചില ദിവസങ്ങളിലൊക്കെ വ്യത്യാസം വരും. എന്തുകൊണ്ടാണ്? ചിലര് സൂര്യ കലണ്ടർ ഉപയോഗിക്കുന്നു, ചിലര് സൂര്യ കലണ്ടർ പിന്തുടരുന്നു, ചിലര് ചന്ദ്രമാസം പിന്തുടരുന്നു. അതിനകത്ത് ഒന്നുകൂടെ ഒരു ഉണ്ട്. അതായത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ നക്ഷത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അഷ്ടമിയും രോഹിണിയും ഒത്തുചേരുന്ന ആ ഒരു ശുഭമുഹൂർത്തമാണ് കേരളത്തിലെ എന്തായാലും കേരളത്തിലെ ഭക്തന്മാരെ ഒരു ക്രെഡിറ്റ് നമ്മൾ കൊടുക്കണം. അവര് ഭക്തി കുറവാണെങ്കിലും ആചാര അനുഷ്ഠാനങ്ങൾ നല്ല മുറുകപ്പെടുത്തമാണ്. ആചാരങ്ങൾ അതങ്ങനെ തന്നെ വേണം എന്ന് പറയും. നാളിന്, നക്ഷത്രത്തിന് രാമായണം അനുസരിച്ച്, ഭാഗവതം അനുസരിച്ചിട്ട് നക്ഷത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട്, വളരെ പ്രാധാന്യം. അതേസമയം ബാക്കിയുള്ളതാണെങ്കിൽ ആ തിഥി മാത്രം എടുത്തു പിടിക്കും. അപ്പൊ ഇത്തിരി വ്യത്യാസമൊക്കെ വരും അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ കുട്ടികൾ പിറന്നാള്, ബർത്ത്ഡേ എടുക്കും, അച്ഛനമ്മമാര് നാളെടുക്കും. ഇത് തമ്മിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ശരി, എന്താണെങ്കിലും അന്നത്തെ ദിവസം, കൃഷ്ണാഷ്ടമി ദിവസം
പ്രശാന്തസുന്ദരമായ ഒരു കാലാവസ്ഥ, എന്നാൽ ചെറിയൊരു ചാറ്റൽ മഴ. ഭദ്രമാസം, ഭദ്രപൂർണിമ. ഈ ഭദ്രമാസത്തില് ഭഗവത്ഗീത ദാനം ചെയ്യുന്നത്, ഭക്തിയുത സേവനം, ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, ക്ഷേത്രത്തിലെ മറ്റു സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ദാനം ചെയ്യുന്നതെല്ലാം വളരെ 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 ശ്രേഷ്ഠമാണ്. അങ്ങനെ കൃഷ്ണാഷ്ടമി ദിവസം രോഹിണി നക്ഷത്രത്തിൽ അർദ്ധരാത്രി ചന്ദ്ര ഉദയ സമയത്ത്, അവിടെയാണ് നേരത്തെ പ്രഭു പറഞ്ഞ മാതിരി ചാന്ദ്രഗണിത പ്രകാരമുള്ള കലണ്ടർ നോക്കുന്നത്. പ്രത്യേകിച്ച് ചന്ദ്ര വംശമാണ്. അപ്പം ചന്ദ്ര ഉദയ സമയത്ത് ഗൗരി ഗൃഹത്തിൽ ദേവകി അമ്മയുടെ ഗർഭത്തിൽ നിന്നും അരണിയിൽ നിന്നും അഗ്നികണക്കെ ഭഗവാൻ ശ്രീഹരി അവതരിച്ചു. ഏതാ ശ്ലോകം വരുന്നത്? ഏതാ ശ്ലോകം വരുന്നത്? അവതാരമായി എന്തോ? അവതാരമായാണോ പ്രഭുജി? അവിടെ നിൽക്കട്ടെ. ഏതാ ഭാഗവതത്തിൽ ശ്ലോകം വരുന്നത്? തമത്ഭുതം ബാലകം അംബുജേക്ഷണം, അതാണോ പ്രഭു? തമത്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖഗദ ആദിയുധായുധം. ചൊല്ലിക്കോ. ശ്രീവത്സലക്ഷ്മികളശോഭകൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധ സൗഭഗം മഹാർഹവൈഡൂര്യ കിരീടകുണ്ടലം തുഷാപരിക്ഷക്ത സഹസ്രകുന്തളം ഉദ്ധാമകാഞ്ചങ്കണ കങ്കണാദിഭിർ വിരോചമാനം വസുദേവൈഷതാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ബാലാർക്ക പ്രഭ ചിന്തുന്ന പൊൻകിരീടം, തരിവള, കടകം, കൗസ്തുഭം, ശംഖ്, ചക്ര, ഗദാപത്മങ്ങൾ വിലസുന്ന 4 തൃക്കൈകൾ എന്നിവയോടുകൂടി നീല മേഘശ്യാമള വർണ്ണനും പീതാംബരധാരിയുമായ ഭഗവാൻ ദേവകി വസുദേവന്മാരുടെ ഓരോ ഭാഗത്ത് തിളങ്ങി. അങ്ങനെ നമ്മൾ ശ്രേഷ്ഠമായ ഭഗവത് അവതാരവും ദർശിച്ചു. എത്ര ഭാഗ്യവാന്മാരാണ് നമ്മൾ. പ്രഭുജി, ഇത് ശ്ലോക നമ്പർ? ശ്ലോക നമ്പർ മാതാജി വായിച്ചു. അതെ, 10-3 അല്ലേ പ്രഭു? നോക്കട്ടെ. അദ്ഭുതം. അദ്ഭുതം ബാലകം അംബുജക്ഷണം. 10-3 ദശമസ്കന്ധം 3-ാമത്തെ അധ്യായം 9-10 ശ്ലോകങ്ങൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അത്ര വളരെ മനോഹരമായിട്ട് ഭഗവാൻ കൗസല്യ അമ്മയുടെ മുന്നിൽ ശ്രീരാമചന്ദ്ര പ്രഭു എങ്ങനെ അവതരിച്ചുവോ അതുപോലെ ദേവകിയുടെ അമ്മയുടെ മുന്നിൽ നമുക്ക് വേണ്ടിയിട്ട് പരിത്രാണായ സാധൂനാം, സാധുജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭൂമിദേവിയുടെ അപേക്ഷ പ്രകാരം രാധാറാണിയുടെ അനുമതിയോടെ ഭഗവാൻ ഈ ഭൂമിയിൽ വൃന്ദാവനത്തിൽ അവതരിച്ചു. ശരിയല്ലേ? ശരിയോ തെറ്റോ? കൂടുതലേക്ക് കടക്കുന്നില്ല. സബ്ജക്റ്റ് അതായിരുന്നില്ല, അതുകൊണ്ട് ആ ഭാഗത്തോട്ട് കടക്കുന്നില്ല. എന്തായാലും നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്. രാധാറാണിയുടെ കടാക്ഷത്താൽ വൈകുണ്ഠ ലോകത്തെ ഗോലോക വൃന്ദാവനം നമുക്ക് ഭൂമിയിൽ കിട്ടി. എത്ര ഭാഗ്യവാന്മാരാണ്. ശരിയല്ലേ? ശരിയോ തെറ്റോ? പരം സത്യം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അത് ഇന്നാളി വരെ ഇങ്ങനെ ഒരു വൃന്ദാവനം ഉണ്ടെന്നുള്ളത് ഈ ഭൂമിയിൽ ആർക്കും അറിയത്തില്ലായിരുന്നു. ഭാഗവതം എത്രയോ പേര് വായിക്കുന്നത് നമ്മൾ കേട്ടു. നമ്മൾ തലമുറകളായിട്ട് ഭാഗവതം കേട്ടു വളർന്നു. ഭാഗവതം വായിക്കുന്നവർ പോലും വൃന്ദാവനം, ഈ ഭൂമിയിൽ ഒരു വൃന്ദാവനമുണ്ട്, ഭഗവാൻ ജനിച്ചു വളർന്നൊരു വൃന്ദാവനമുണ്ട് എന്ന് ആരും പറഞ്ഞു തന്നിട്ടില്ല. നമുക്കറിയാവുന്ന വൃന്ദാവനം ഏതായിരുന്നു? ഗോലോക വൃന്ദാവനം അല്ല, മൈസൂർ അതും അറിയത്തില്ലായിരുന്നു. മൈസൂർ ഉള്ള വൃന്ദാവനം. മൈസൂരിലെ വൃന്ദാവൻ ഗാർഡൻ, അത് തന്നെ നമുക്ക് അറിയത്തോളായിരുന്നു. എന്തുകൊണ്ട് നമ്മൾ അറിയാതെ പോയി? ഭാഗവതം വായിച്ചിട്ടും എന്തുകൊണ്ട് അവർക്ക് പറയാൻ കഴിഞ്ഞില്ല?
ഗുരുശിഷ്യ ബന്ധത്തിലൂടെ അല്ല ഇത് പഠിച്ചത്, വായിച്ചത്. അതുകൊണ്ട് ശരിക്ക് ആ വരികൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതിനും അവരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്നാൽ പോലും അവരോട് നമ്മൾ നന്ദി പറയണം. അത്തരം ഭാഗവതങ്ങൾ വായിച്ചു കുഞ്ഞുനാളിലെ കേട്ട് വളർന്നതുകൊണ്ട് നമുക്കതിനോടൊരു താല്പര്യമുണ്ടായി. അതിനവരോട് നമുക്ക് നന്ദി പറയണം. ശരിയല്ലേ? ശരിയോ തെറ്റോ? പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശാസ്ത്രം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗുരുശിഷ്യ ബന്ധം ഉണ്ടായേ തീരൂ. അല്ലെങ്കിൽ ഇത്തരം ചില വിടവുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാതെ പോകും. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത്, മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായതും കൂടി മറന്നുപോകും. മനസ്സിലായോ? ഇല്ലേ? അങ്ങനെയല്ലേ? ആണോ? ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെ. ഏതാണ്ടൊക്കെ എങ്ങനെയാണ്. മനസ്സിലാകാത്തത് മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായതും കൂടി മനസ്സിലാകാതെ പോകും. അത് തന്നെ. അപ്പം നമ്മള് എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ശരിയായ ഒരു ഗുരുശിഷ്യ ബന്ധത്തിലൂടെ പോയേ പറ്റൂ എന്ന് സാരം. അങ്ങനെ നമ്മൾ വന്നപ്പോൾ ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ വൃന്ദാവനം ഭഗവത്ഗീതയിൽ എത്രയോ പ്രാവശ്യം പറഞ്ഞു സൂര്യോ. പക്ഷെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ വായിച്ചങ്ങ് പോവാണ്. എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും, 10ഉം 15ഉം പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഈ വൃന്ദാവനം ആദ്യമായിട്ട് ഭാരതം അറിയുന്നത് മഹാപ്രഭുവിലൂടെയും ഷഡ്ഗോസ്വാമിമാരുടെയുമാണ്. പിന്നീട് അത് ലോകം മുഴുവൻ അറിയുന്നത് ഹിസ് ഡിവൈൻ ഗ്രേസ് ഭക്തി സിദ്ധാന്ത സ്വാമി മഹാരാജന്റെ ശിഷ്യനായ പരംപൂജനീയ ശീല പ്രഭുപാദരോടെയാണ്. പ്രഭുപാദരോടും നമ്മൾ സാദര പ്രണാമങ്ങൾ സമർപ്പിക്കുന്നു. അതാണ് നമ്മൾ വ്യാസപൂർണിമ എന്ന് നമ്മൾ നന്ദോത്സവത്തിൽ നമ്മൾ ആഘോഷിക്കപ്പെടും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഹരേ കൃഷ്ണ. അപ്പൊ ഇനി ഓരോന്നിനും ഓരോ സമയമുണ്ട് വിജയ. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് വിജയ, അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ ആരാണ്ട്? ദാസ. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞതിന്റെ കൂട്ട് ഓരോന്നിനും നമ്മുടെ ജീവിതത്തിൽ സമയം വളരെ 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 പ്രധാനം. ആ സമയം നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. കാലം കലയതാമസം. നേരത്തെ പറഞ്ഞതുപോലെ ആദികർത്ത ഗോപാലദാസ് പ്രഭു പറഞ്ഞു, ആണ്ടൈമിലാണ്. ഈ സമയം നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ പിന്നീട് ഈ സമയം നമുക്ക് തിരിച്ചു വരത്തില്ല. അത് കഴിഞ്ഞു. ആ സമയം കഴിഞ്ഞു, പോയി, എല്ലാം തീർന്നു. നമ്മള് 6 ദിവസം പണിയെടുത്തതല്ലേ, 7ാം ദിവസം നമുക്കൊന്ന് കിടന്നുറങ്ങിക്കളയാം എന്ന് പറഞ്ഞിട്ട് ഒരു 11 മണി വരെ കിടന്നുറങ്ങി നോക്കിക്കോ, എന്തായിരിക്കും സംഭവിക്കുന്നത്? ഉറക്കം എന്ന് മാത്രമല്ല, നമ്മൾ 11 മണിക്ക് എഴുതിയതിനു ശേഷം നമുക്ക് ആ ഫുള്ള് ലാഗിങ് അനുഭവപ്പെടും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തതായിട്ട് നമുക്ക് തോന്നില്ല. അല്ലേ? ശരിയല്ലേ? അല്ലേ? ആണോ? അതെ പ്രഭു. അപ്പോൾ വിചാരിക്കും, നേരത്തെ തന്നെ എഴുന്നേക്കേണ്ടതായിരുന്നു. എഴുന്നേക്കേണ്ടതായിരുന്നു, അത് കഴിഞ്ഞു, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ വേറൊരു കഥാപാത്രത്തെ വരികയാണ്. ഓരോ സമയങ്ങൾക്കും പ്രാധാന്യമുണ്ട്, മുഹൂർത്തം എല്ലാം. ശ്രീമദ് മഹാഭാഗവതം 3ാം സ്കന്ധത്തില് 3ാമത്തെ അധ്യായം 14ാമത്തെ അധ്യായം, ദിതിയുടെ ഗർഭധാരണം സന്ധ്യാസമയത്ത്. ഞാൻ ചുരുക്കി മുന്നോട്ട് പോവുക, എന്നിട്ട് നമുക്കൊരു ശ്ലോകത്തിലോട്ടെത്താം. അവിടെ ദിതി ആരാ? ഇത് നമ്മുടെ 2 രാക്ഷസന്മാരുടെ അമ്മ. ഓക്കെ. ഞാൻ ഉദ്ദേശിച്ചത് ആരുടെ പുത്രി? പ്രജാപതിയുടെ പുത്രി. ഏത് പ്രജാപതിയുടെ?
ഉം. ബ്രഹ്മാവിന്റെ ദക്ഷന്റെ 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 പുത്രി ദിതി ആരെ വിവാഹം ചെയ്തു? കശ്യപ പ്രജാപതി. കശ്യപ പ്രജാപതിയെ വിവാഹം ചെയ്തു. കശ്യപ പ്രജാപതി ദിതിയെ മാത്രമാണോ വിവാഹം ചെയ്തത്? അതിഥി. അതിഥിയോ? അപ്പം അവിടെ എട്ടാമത്തെ ശ്ലോകം വരുമ്പോൾ 14-ാമത്തെ അധ്യായം 8-ാമത്തെ ശ്ലോകം എടുത്തു വെച്ചു. ചില ശ്ലോകങ്ങൾ വായിക്കാൻ പറയും, എടുത്തു വെച്ചു. ദിദൃദാക്ഷായണി ക്ഷത്തർമാരീചം കശ്യപം പതിം അഭത്യകാമാചകമേ സന്ധ്യായാം കൃച്ഛയാഗിത. ദിദൃദാക്ഷായണി ക്ഷത്തർമോരീചം കശ്യപം പതിം അപത്യകാമാചകമേ സന്ധ്യായാം കൃച്ഛയാഗിത. എടുത്തതാണോ? ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ശരി, എന്നാ ശ്ലോകവും വിവർത്തനവും ഒന്ന് വായിച്ചു. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദിദൃദാക്ഷായണി ക്ഷത്തർമാരീജം കശ്യപം പതിം അപത്യകാമാചകമേ സന്ധ്യായാം കൃച്ഛയാബ്ദിത. വിവർത്തനം വായിച്ചാൽ മതി പ്രഭു. വിവർത്തനം വായിച്ചു. വിവർത്തനം. ശ്രീല പ്രഭുപാദർക്ക് ജയ്. ഹരേ കൃഷ്ണ. ദക്ഷന്റെ പുത്രി ദിതി സന്ധ്യാനേരത്ത് ലൈംഗികാഗ്രഹത്താൽ പീഡിതയായി അവളുടെ ഭർത്താവും മരീചിയുടെ പുത്രനുമായ കശ്യപനോട് ഒരു കുട്ടിയെ ഗർഭം ധരിക്കുന്നതിന് വേണ്ടി താനുമായി ഇണ ചേരണമെന്ന് യാചിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശരി, ഏത് സമയത്താണ്? സന്ധ്യാസമയത്ത്. സന്ധ്യാസമയം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യും. ദിതി ഭൗതികമായി കാമാസക്തി ആയതല്ല. വരുന്ന ശ്ലോകങ്ങൾ നമുക്ക് മനസ്സിലാവും. ദിതിയുടെ മറ്റു 12 സഹോദരിമാരും സഹോദരിമാർക്കും പുത്രഭാഗ്യമുണ്ടായി. അതായത് ദക്ഷൻ കശ്യപ പ്രജാപതിയിൽ സന്തോഷവാനായിട്ട് വരുന്നുണ്ട്. 13 മക്കളെയും വിവാഹം ചെയ്തു കൊടുത്തു. അതിലെ 13-ലെ ഒരാളാണ് ദിതി. എല്ലാവർക്കും പുത്രഭാഗ്യം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീക്ക് വരുന്ന സങ്കടമാണ്. അങ്ങനെ ആ സന്ധ്യാസമയത്ത് അതിനെപ്പറ്റി ചിന്തിച്ചു. പുത്രഭാഗ്യം ഇല്ലാതായി. അതിന്റെ പരിണിത ഫലമായി ആസക്തി ഉണ്ടായി. തപസ് ചെയ്തുകൊണ്ടിരുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ധ്യാനിച്ചുകൊണ്ടിരുന്ന ഭർത്താവിനെ സമീപിച്ചു. ഭർത്താവ് ഉപദേശിച്ചു, ഇല്ല, ഇത് ഈ സമയത്ത് ഇതിന് യോജ്യമല്ല. പക്ഷേ ശാഠ്യം പിടിച്ചു. ഒരു പതിയുടെ ധർമ്മം എന്ന ഭാര്യയെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഒരു ഭർത്താവിന്റെ ധർമ്മമായതുകൊണ്ട് കശ്യപ മുനി തെറ്റാണെങ്കിൽ കൂടി ഭാര്യയുടെ ഇംഗിതം സാധിച്ചു കൊടുത്തു. അതിനുശേഷം പിന്നീട് ദിതിക്ക് പറ്റിപ്പോയ കാര്യത്തിൽ പശ്ചാത്താപം ഉണ്ടാവുകയും അതിനെ തുടർന്ന് കശ്യപ മുനി ചില ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്തു. അത് 6-ാമത്തെ സ്കന്ധം എടുത്തു കഴിഞ്ഞാൽ 18-ാമത്തെ ശ്ലോകത്തിൽ വരുന്നുണ്ട്. 18-ാമത്തെ അധ്യായം 6-ാം സ്കന്ധം 18-ാമത്തെ അധ്യായം 49-ാമത്തെ ശ്ലോകം മുതൽ ചില ഉപദേശങ്ങൾ വരുന്നു. അത് നോട്ട് ചെയ്ത് വെച്ചു, നമുക്ക് പിന്നീട് നോക്കാം. എല്ലാം നോട്ട് ചെയ്ത് വെക്കണേ. 47 മുതൽ 54 വരെയുള്ള ശ്ലോകങ്ങൾ അഥവാ ഇന്ന് വായിക്കാൻ സാധിച്ചില്ലെങ്കിൽ എടുത്ത് വായിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നീട് കാണുമ്പോൾ ചോദിക്കുക. ഹരേ കൃഷ്ണ. അടുത്ത ആഴ്ചയോ പിന്നീട് കാണുമ്പോൾ ചോദിക്കുക. ശരി, അങ്ങനെ
പ്രഭുജി ഒന്നുകൂടെ പറഞ്ഞ ആറാമത്തെ സ്കന്ധത്തില് ആ 18-ാമത്തെ അധ്യായത്തില് ആ 47 മുതൽ 54 വരെയുള്ള ശ്ലോകം. ആ ശരി ശരി. ഇനി നേരെ നമ്മള് അപ്പം ദിദിയുടെ ഒരു അപേക്ഷയുണ്ട്. 11-ാമത്തെ ശ്ലോകം ഒന്ന് എടുത്തേ. നമ്മൾ പെട്ടെന്ന് പോവാണ്. ദിദി വാച കഴിഞ്ഞിട്ട് ദിദി വാച 10ഉം 11ഉം ശ്ലോകം വായിച്ചോളൂ. എല്ലാം ഒരു അവിയൽ വരുമോ? ഹരേ കൃഷ്ണ. ദിദിരുവാച ഏഷ മാം ത്വത്കൃതേ വിദ്വാൻ കാമ ആതാശരാസന ദുനോ ദീദീനാം വിക്രമ്യ രംഭാമിവ മദംഗജ. വിവർത്തനം. അവിടെ മനോഹരിയായ ദിതി തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഒരു മതയാന നേന്ത്രപ്പഴ ചീന്തും പോലെ കാമദേവൻ അദ്ദേഹത്തിന്റെ അമ്പുകളെടുത്ത് എന്നെ ശക്തമായി പീഡിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം വായിക്കണോ? വേണ്ട, ഭാവാർത്ഥം വേണ്ട, അടുത്ത സമയമില്ല, എന്നെ ഓടിക്കും. അടുത്ത 11-ാമത്തെ ശ്ലോകം. തദ്ഭവാൻ ദഹ്യമാനായാം സപ്തീനാം സമൃദ്ധിഭി പ്രജാവതീനാം ഭദ്രം തേ മയ്യായുക്താമനുഗ്രഹം. വിവർത്തനം. ആകയാൽ എന്നോട് പൂർണ്ണമായ കരുണ കാട്ടാൻ അങ്ങയ്ക്ക് ദയവുണ്ടാകണം. എന്റെ സഹപത്നിമാരുടെ സൗഭാഗ്യം എന്നെ വളരെയധികം ദുഃഖിതയാക്കുന്നു. എനിക്ക് പുത്രന്മാർ ആവശ്യമാണ്. ഈ കർമ്മം അനുഷ്ഠിക്കുക വഴി അങ്ങ് സന്തോഷവാനായി തീരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അങ്ങനെ 12-ാമത്തെ ശ്ലോകത്തിൽ വരുന്നു. അതും കൂടെ വായിച്ചു. 12-ാമത്തെ ശ്ലോകം. 12-ാമത്തെ ശ്ലോകം കൂടെ, അടുത്ത ശ്ലോകം കൂടെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. പർയാപ്തോരുമാനാനാം ലോകാനാവിശ്യതേ യശഃ പതിർഭവിദ്ധിതോ യാസാം പ്രജയാനനുജായതേ. വിവർത്തനം. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദയ്ക്ക് ജയ്. ഒരു സ്ത്രീ ഭർത്താവിന്റെ അനുഗ്രഹത്താൽ ലോകത്തിൽ ബഹുമാനിക്കപ്പെടും. ജീവസത്തകളുടെ വർധനയ്ക്ക് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള അങ്ങയെപ്പോലുള്ള ഒരു ഭർത്താവ് സന്താനങ്ങൾ ഉണ്ടാകുക വഴി യശസ്വിയായി ഭവിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ഹരേ. അപ്പൊ ഇവിടെ നോക്കൂ, ദിതി പരിപൂർണയായി ഒരു ഭർത്തൃദാസിയായിരുന്നു. പക്ഷെ തന്റെ ദുഃഖം കൊണ്ടാണ് ആ ആസക്തി ഉണ്ടാകുന്നത്. ഓരോ സമയങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഭഗവത്ഗീതയിൽ നമ്മൾ ഒരിടത്ത് പഠിക്കുന്നുണ്ട്, ദാനം ചെയ്യുന്നത് പോലും പാത്രവും കാലം ദേശം അനുസരിച്ചിട്ട് വേണം ദാനം ചെയ്യാൻ. നേരത്തെ പറഞ്ഞിരുന്നു. ഗർഭധാന സംസ്കാരം അഥവാ വിവാഹം എന്ന് പറയുന്നത് നല്ലൊരു ജനറേഷനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മാത്രമല്ല, അതായത് നമ്മളെ നരകത്തിൽ നിന്നും കരകയറ്റാൻ വേണ്ടി പ്രാപ്തിയുള്ള ഭക്തിയുത സേവനത്തിനോട് മുന്നോട്ട് പോകുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാനുള്ള ഒരു വളരെ ശ്രേഷ്ഠമായ ഒരു പ്രക്രിയയാണ് വിവാഹം അഥവാ ഗർഭധാന സംസ്കാരം എന്ന് പറയുന്നത്. അതിന് നിസ്സാരമായി കാണാൻ പാടില്ല. നേരത്തെയും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. വീണ്ടും വീണ്ടും പറയുന്നതെല്ലാം വളരെ ജീവിതത്തിൽ വളരെ സീരിയസ് ആയിട്ട് കാണും. എല്ലാം കഴിഞ്ഞിട്ട് ദിതിയെ പോലെ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. നോക്കൂ, ഒരു ലോകത്തിന്റെ നാശത്തിനായിട്ട് ഒരു സമൂഹം ചെറിയ ഒരു സമയത്തിന്റെ വ്യത്യാസം കൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ്. ശരിയല്ലേ? ആണോ അല്ലേ? അപ്പം നമ്മുടെ തീരുമാനങ്ങൾ വളരെ നിർണായകമാണ്. നമ്മുടെ സമയങ്ങൾ വളരെ നിർണായകമാണ്. ആ ഒരു സന്ധ്യാസമയം കുറച്ചു നേരത്തേക്ക് ഒന്ന് ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ ഇത് പിന്നീട് സംഭവിച്ചതൊന്നും സംഭവിക്കില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ചെറിയ ചെറിയ പാകപ്പിഴകളാണ് ജീവിതത്തിൽ വളരെ വലിയ ക്ലേശങ്ങൾക്ക് വഴിവെക്കുന്നത്. പക്ഷെ നമ്മൾ അറിയുന്നില്ല.
രാമായണത്തിന് നമ്മൾ പഠിച്ചു. ചെറിയൊരു കയ്യബദ്ധം ദശരഥനിൽ നിന്ന്. പക്ഷേ സംഭവിച്ചതോ പുത്രദുഃഖത്താൽ ഒരു മരണമുണ്ടായി, അതും നിർണായക സമയത്ത്. അപ്പോൾ നമ്മള് വിവാഹം ദിവസം നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. എല്ലാത്തിനും നമ്മൾ മുഹൂർത്തങ്ങൾ നോക്കും, പ്രാർത്ഥിക്കുന്നു. പക്ഷേ അന്നത്തെ ദിവസം നോക്കൂ, നമ്മള് പുത്രൻ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന ആ വധുവിനെ സംബന്ധിച്ചിടത്തോളം വധു ലക്ഷ്മി ദേവിയുടെ പ്രതിനിധിയായിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് മുതിർന്നവർ തന്നെ വിളക്ക് കൊളുത്തി ആരതി ചെയ്ത് ആ സ്ത്രീയെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. പിന്നീട് ആ കോൺഷ്യസ് എല്ലാം പോകുമ്പോൾ അത് വേറെ സത്യം. അത് പോകുന്നത് തന്നെ ഭഗവാന്റെ കൃഷ്ണാവബോധം ഇല്ലാത്തത് കൊണ്ടാണ്. അവിടെ അന്നത്തെ ദിവസം സന്ധ്യാസമയത്ത് നമ്മൾ ഇന്ന് കാണുന്നത് എന്താണ്? അസമയത്തുള്ള ആ സന്ധ്യാസമയത്ത് ഭഗവത് നിന്ദാപരമായ കാര്യങ്ങളാണ് കാണുന്നത്. വീടിന് ചുറ്റും എല്ലിൻ കൂട്ടങ്ങളായിരിക്കും, അസ്ഥി കഷ്ണങ്ങളായിരിക്കും, ചുറ്റും ദുർഗന്ധമായിരിക്കും വമിക്കുന്നത്. ആ ദുർഗന്ധത്തിന്റെ ഇടയ്ക്കിട്ടാണ് ആ ലക്ഷ്മി ദേവിയുടെ പ്രതിനിധിയായി കടന്നു വന്ന ആ സ്ത്രീ അവിടെ ഇരിക്കുന്നത്. ആ സന്ധ്യാസമയത്ത് വേണ്ടത് മുതിർന്നവർ ഉണ്ടെങ്കിൽ വിളക്ക് കൊളുത്തിയാലായി, വിളക്ക് കൊളുത്തിയില്ലെങ്കിൽ പ്രാർത്ഥിച്ചാലായി, പ്രാർത്ഥിച്ചില്ലെങ്കിലായി. പണ്ടൊക്കെ, ഇന്നൊക്കെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. പണ്ടൊക്കെ എത്രയോ സ്ത്രീകൾ പിന്നീടുള്ള അനുഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വന്നിട്ട് സാരി മാറാൻ പോലും ആരും വന്ന് ചോദിക്കുന്നില്ല, ബാത്റൂമിൽ പോകണോ പോകണ്ടയോ എന്ന് ചോദിക്കുന്നില്ല, എവിടാണോ എന്നിട്ട് അറിയത്തുമില്ല. എത്രയോ വിഷമം പിടിച്ച നിമിഷങ്ങളാണ്, അന്ന് ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ലെന്നാ ചിലർ വന്ന് പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഇരുന്ന് സംസാരിക്കുന്ന ഇന്നങ്ങനല്ല. അപ്പം ആർക്കും ആരോടും യാതൊരു രക്ഷയില്ല. അവർക്കെല്ലാം വരുന്നവരെ സൽക്കരിക്കാനും വീരവാദങ്ങൾ അടിക്കാനുമുള്ള സമയങ്ങളാണ്. ഈ സമയത്ത് ഇത്തരം ഔപചാരികമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ശ്രദ്ധ ചെയ്തുള്ളൂ. തീർത്തും കീർത്തനമാണ് ആവശ്യം, നാമജപമാണ് ആവശ്യം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന നാമജപം മാത്രമായിരിക്കണം. ആ നാമജപത്തിന്റെ കൂടെ അവിടുത്തെ നിവേദ്യശിഷ്ടം വരുന്നവർക്ക് കൊടുക്കാം. പക്ഷേ ഈ നാമജപവും അവിടെ ആരതി എല്ലാം ഉണ്ടായിരിക്കണം. ഒരു ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായ ദിവസമാണ് ഇത്. ജീവിതത്തിൽ നമ്മളായിട്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം, എങ്കിലേ മറ്റുള്ളവർക്കത് മാതൃകയാവുകയുള്ളൂ. മറ്റൊന്നും അവിടെ നിബന്ധനകൾ ഉണ്ടാകരുത്, അതിനെയെല്ലാം തരണം ചെയ്യണം എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? എങ്കിൽ മാത്രമേ നല്ല ഒരു ജനറേഷനെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ശീലാ പ്രഭുപാദിൽ പറയുന്നതിന്റെ കൂട്ട്, ഏത് നായയ്ക്കും ഈ പരിപാടികളെല്ലാം ആകാം. പിന്നെ നായയും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അങ്ങനെ വരുമ്പോഴാണ് ശുഭമുഹൂർത്തത്തിൽ നമുക്കൊരു കുഞ്ഞി പിറവിയെടുക്കുന്നത്. ഇതിവിടെ ദേവകി അമ്മയുടെ ഗർഭത്തിൽ നല്ല ശുഭമുഹൂർത്തത്തിൽ, നല്ല നക്ഷത്രത്തിൽ ഭഗവാൻ കുഞ്ഞായി അവതരിച്ചു. നമുക്കും ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹത്തോടെ, അംശത്തോടെ, ഭഗവത് സ്വരൂപമായി തന്നെ നമുക്ക് നല്ലൊരു ജനതയെ സൃഷ്ടിക്കണം. ഭഗവാന്റെ ഭക്തനായിട്ട്, ഭഗവാന്റെ സേവകനായിട്ട്, നമ്മുടെ തന്നെ രക്ഷയ്ക്കായി വേണ്ടിയിട്ട്. അങ്ങനെ അപ്പം ഇവിടെ ദിതി വീണ്ടും കാര്യങ്ങൾ പറയുകയാണ്. ഒരു സ്ത്രീ ഭർത്താവിന്റെ അനുഗ്രഹത്താൽ ലോകത്തിൽ ബഹുമാനിക്കപ്പെടും. ഇവിടെയാണ് ചില കാര്യങ്ങൾ, ചില കോൺട്രാഡിക്ഷൻസോ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ഇത് ശാസ്ത്രപ്രകാരം പറയുന്നതാണ്. അത് മാത്രം അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ തിരുത്താൻ പറ്റും. ഇത് ശരിയായ ഒരു ഭർത്താവിന്റെ
ശരിയായ ഒരു ഭാര്യയുടെ ലക്ഷണങ്ങളാണ്. ശരിയായ ഒരു ഭർത്താവിന്റെ ശരിയായ ഭാര്യയുടെ എന്ന് പറഞ്ഞാൽ ശരിയായ ഒരു ഭർത്താവ് എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ ജാമ്യം എടുക്കുകയാണ്. ഭഗവത് സേവനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു പുരുഷന്റെ ഭാര്യയുടെ ലക്ഷണങ്ങൾ. അപ്പൊ അതിനിപ്പം പിന്നെ സന്ദേഹം വേണ്ട, ആദ്യം തന്നെ അങ്ങ് പറയുകയാണ്. ഒരു പുരുഷനും ചില ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം, യോഗ്യത ഉണ്ടായിരിക്കണം എന്നർത്ഥം. അങ്ങനെ ഒരു സ്ത്രീ ഭർത്താവിന്റെ അനുഗ്രഹത്താൽ ലോകത്തിൽ ബഹുമാനിക്കപ്പെടും. ഇവിടെയാണ് ഭർത്തരി, അർദ്ധാംഗിനി എന്ന് വിവാഹിതയായ സ്ത്രീയെ പറയുന്നത്. ജീവസത്തകളുടെ വർധനയ്ക്ക് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള അങ്ങേപ്പോലുള്ളൊരു ഭർത്താവ് സന്താനങ്ങൾ ഉണ്ടാകുക വഴി യശസ്വിനിയായി ഭവിക്കും. ശ്രീമദ് മഹാഭാഗവതം 6-ാമത്തെ സ്കന്ധത്തിൽ തന്നെ 18-ാമത്തെ അധ്യായം 32 വരെ 36 വരെയുള്ള ശ്ലോകങ്ങൾ വീണ്ടും ഞാൻ പറയുകയാണ്. റെഫർ ചെയ്യണം. മനസ്സിലായോ? ഹരേ കൃഷ്ണ. കുറിച്ച് വെച്ചിട്ടുണ്ടോ? സ്കന്ധം 18-ാമത്തെ അധ്യായം 32 എടുക്കാമോ? ആർക്കെങ്കിലും എടുക്കാമോ? പ്രഭു ഭാഗവതം 6-ാമത്തെ സ്കന്ധം എടുത്താട്ടെ. എടുത്തു പ്രഭു. 18-ാമത്തെ അധ്യായം 32-ാമത്തെ ശ്ലോകം വിവർത്തനം വായിച്ചാട്ടെ. വിവർത്തനം മാത്രം വിവർത്തനവും വായിച്ചു പ്രഭു. 6-ാമത്തെ സ്കന്ധം 18-ാമത്തെ അധ്യായം 32-ാമത്തെ ശ്ലോകം. 6, 18, 32. 6, 18, 32. ഹരേ കൃഷ്ണ പ്രഭു. എടുത്ത മാതാജി. മാതാജി വായിച്ചോളൂ. മാതാജി. ഹരേ കൃഷ്ണ. മാതാജി വായിച്ചോളൂ. ഞാൻ എടുത്തായിരുന്നു, വായിച്ചോ. വിവർത്തനല്ലേ പ്രഭു? ശ്ലോകവും വിവർത്തനവും വായിച്ചു. ഹരേ കൃഷ്ണ. ശ്ലോകം 32. നാഹം വിരിഞ്ചോന കുമാര നാരദോ. അല്ലല്ലോ, 6, 18, 32. ശ്രീ കശ്യപ ഉവാച. ശ്രീ കശ്യപ ഉവാച വരം വരയവാമോരു പ്രീതസ്തേഹമിഹിന്ദിരേ ക്രിയാ ഭർത്തരി സുപ്രീതേ കാമയിഹാചാഗമഃ. വിവർത്തനം വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. കശ്യപ മുനി പറഞ്ഞു, അല്ലയോ സുന്ദരി, കുറ്റമറ്റവളെ, നിന്റെ പെരുമാറ്റത്തിൽ ഞാൻ അത്യന്തം സംപ്രീതനായിരിക്കുന്നു. അതിനാൽ നിനക്ക് ഇഷ്ടമുള്ള എന്തു വരം വേണമെങ്കിലും എന്നോട് ആവശ്യപ്പെടാം. ഒരു ഭർത്താവ് അവന്റെ ഭാര്യയിൽ സംതൃപ്തനായാൽ അവൾക്ക് ഈ ലോകത്തിലോ മറുലോകത്തിലോ ഉള്ള എന്ത് നേടിയെടുക്കാനാണ് വിഷമം? ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം വായിക്കണം പ്രഭു. വായിച്ചോളൂ. പതിരേവതി നാരീണാം ദൈവതം പരമം സ്മൃതം മാനസാ സർവഭൂതാനാം വാസുദേവ ശ്രിയപതിഹി സയേവ ദേവതാലിംഗൈർനാമരൂപ വികൽപിതൈ യുജ്യതേ ഭഗവാൻ പുംഭി സ്ത്രീപിച്ഛപതിരൂപദൃക്. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീ പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. ഒരു സ്ത്രീക്ക് ഭർത്താവാണ് അവളുടെ പരമോന്നതമായ ദേവൻ. പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വാസുദേവ ഭഗവാൻ ഭാഗ്യദേവതയുടെ ഭർത്താവ് എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുകയും ഫലേച്ഛ പ്രവർത്തകരാൽ ദേവന്മാരുടെ വിവിധ നാമരൂപങ്ങളിലൂടെ ആരാധിക്കപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ ഒരു സ്ത്രീയുടെ ആരാധനാമൂർത്തിയെ പോലെ അവളുടെ ഭർത്താവ് ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നോക്കണം, ഒരു ഭർത്താവിന്റെ സ്ഥാനം എന്താണ്, ഭാര്യയുടെ സ്ഥാനം എന്താണ്. ഭഗവാന്റെ പ്രതിനിധിയായിട്ട് വേണം ഭർത്താവിനെ കാണാൻ. അതാണ് ഭർത്തരി എന്ന് പറയുന്നത്. ഈ ശ്ലോകത്തിന് ഇടയ്ക്ക് നമ്മൾ വേറൊരു വാചകം വായിച്ചു. വാസുദേവ ശ്രീയാപതിഹി. അവൾ വേറെ ഏതൊരു ശ്ലോകം വരുന്നുണ്ടല്ലോ അങ്ങനെ. ഏതാ ശ്ലോകം? ഏതാ ശ്ലോകം അറിയാമോ? ശ്രീയാപതി, യജ്ഞപതിർ. ദ്വിതീയ സ്കന്ധം എഴുതി വെച്ചു. 2-ാമത്തെ സ്കന്ധം 4-ാമത്തെ അധ്യായം 20-ാമത്തെ ശ്ലോകം. 2, 4, 20. ശ്രീയാപതിർ യജ്ഞപതി പ്രജാപതിർ ധീയാംപതിർ ലോകപതിർ ധരാപതിഹി പതിർഗതിച്ഛാന്തക വൃഷ്ണി സ്വത്തതാം
പ്രസീതതാം മേ ഭഗവാൻ സദാം പതിഹി. എഴുതിയോ? നോട്ട് ചെയ്ത് വെച്ചോ. പുതിയ നോട്ട് ചെയ്തു. 2.4.20 ശ്രീയാപതിർ. വായിക്കണം പ്രഭു. ഉണ്ടല്ലോ. എടുത്തേക്ക് വായിച്ചു. ശ്രീയാപതിരച്ചപതി പ്രജാപതിർ ദിയാം പതിർലോകപതിർധരാപതി പതിർഗതിച്ഛാന്തക വിഷ്ണിസാദ്വതാം പ്രസീദതാം മേ ഭഗവാൻ സദാം പതിഹി. ഈ ശ്ലോകങ്ങളൊക്കെ എപ്പോഴും ഓർമ്മിക്കണം. ഭഗവാനെ കാണുമ്പോഴേ അങ്ങ് സ്തുതിക്കണം. എല്ലാ സ്തുതികളാണ്. വിവർത്തനം. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദർ കി ജയ്. എല്ലാ ഭക്തന്മാരുടെയും ആരാധ്യ ദേവനും യദുവംശത്തിലെ വൃഷ്ണിയെയും അന്തകനെയും പോലെയുള്ള രാജാക്കന്മാരുടെ എല്ലാം കീർത്തിയും സംരക്ഷകനും ഭാഗ്യദേവതമാരുടെ എല്ലാം പതിയും സർവയജ്ഞങ്ങളുടെയും അനുശാസകനാകയാൽ അഖില ജീവസത്തകളുടെയും അധിപനും സമസ്ത ജ്ഞാനത്തിന്റെയും നിയന്താവും ആത്മീയവും ഭൗതികവുമായ സർവ്വലോകങ്ങളുടെയും നാഥനും ഭൂമിയിലെ പരമ അവതാരവും എല്ലാറ്റിലും പരമവുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നിൽ കൃപയുള്ളവനായിരിക്കട്ടെ. ഹരേ കൃഷ്ണ. എത്ര സുന്ദരമായൊരു പ്രാർത്ഥനയാണ്. ദിവസവും ഈ ശ്ലോകം ചൊല്ലണം. ലാസ്റ്റിലെ വരി എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രസീദതാം മേ പതിർഗതിച്ഛാന്തക വൃഷ്ണിസാദ്വതാം. വിവർത്തനം. ഭൂമിയിൽ മൊത്തം വായിക്കണം പ്രഭു. ലാസ്റ്റിലെ വരി. ആത്മീയവും ഭൗതികവുമായ സർവ്വലോകങ്ങളുടെയും നാഥനും ഭൂമിയിലെ പരമ അവതാരവും എല്ലാറ്റിലും പരമവുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നിൽ കൃപയുള്ളവനായിരിക്കട്ടെ. ഭൂമിയിലെ പരമ അവതാരകമായ പരിപൂർണമായി അവതരിച്ച ഭഗവാൻ എന്നിൽ കൃപയുള്ളവനാകട്ടെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എത്ര സുന്ദരമായ പ്രാർത്ഥനയാണ്. വീണ്ടും നമ്മൾ നേരെ മൂന്നാമത്തെ സ്കന്ധത്തിലേക്ക് വരികയാണ്. അങ്ങനെ ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് ഭർത്താവ് നമ്മുടെ മുന്നിൽ വരുന്നത്. അടുത്ത ശ്ലോകം 35. തസ്മാത് പതിവ്രത നാരായ ശ്രേയ കാമ സമുദ്യമേ. തസ്മാത് പതിവ്രത നാര്യ ശ്രേയസ്കാമ സുമധ്യമേ യജന്തേനന്യഭാവേന പതിമാത്മാനമീശ്വരം. വിവർത്തനം. ശ്രീല പ്രഭുപാദർ കി ജയ്. ഹരേ കൃഷ്ണ. വളരെ സുന്ദരമായ ശരീരത്തോടും നേർത്ത ജഗനത്തോടും കൂടിയ എന്റെ പ്രിയപ്പെട്ട പത്നി, മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭാര്യ പതിവ്രതയും ഭർത്താവിന്റെ ആജ്ഞകൾ പാലിക്കുന്നവളുമായിരിക്കണം. വാസുദേവന്റെ പ്രതിനിധി എന്ന പോലെ അവൾ അവളുടെ ഭർത്താവിനെ അതീവ ഭക്തിയോടെ ആരാധിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം വായിക്കട്ടെ പ്രഭു. അതെ. സോഹം ത്വയാർച്ചിതോ ഭദ്രേ ഇദർഭാവേന ഭക്തിദഃ തം തേ സമ്പാദയേ കാമമസ്തദീനാം സുദുർലഭം. വിവർത്തനം. ശ്രീല പ്രഭുപാദർ കി ജയ്. ഹരേ കൃഷ്ണ. എന്റെ പ്രിയപ്പെട്ട മാന്യവനിതേ, നീ എന്നെ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പ്രതിനിധിയായി പരിഗണിച്ച് വളരെ ഭക്തിപൂർവം ആരാധിച്ചതിനാൽ പ്രതിഫലം എന്ന നിലയ്ക്ക് ഞാൻ നിന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരാം. പതിവ്രതയല്ലാത്ത ഒരു ഭാര്യയ്ക്ക് നേടാൻ കഴിയാത്തതാണിത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നോക്കൂ, പതിവ്രതയല്ലാത്ത ഒരു ഭാര്യയ്ക്ക് നേടാൻ കഴിയാത്തതാണ് ഇത്. ഇത്തരം കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ദിതിയുടെ ആഗ്രഹം അവിടെ കശ്യപ പ്രജാപതി സാധിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങൾ, ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭർത്താവ് വരുമ്പോൾ ആ ഭർത്താവിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് ജീവിതത്തിലെ നിർണായകമല്ലേ? അല്ലേ? ആണോ? അല്ലേ? അല്ലേ? ഇവിടെ നമ്മൾ മാത്രമല്ല ഇത് കേൾക്കേണ്ടത്, നമ്മുടെ കുട്ടികൾ കൂടി ഇത്തരം സന്ദർഭങ്ങളിൽ ഭാഗവതം കേൾക്കണം എന്നർത്ഥം. അഥവാ കേൾക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കേൾക്കത്തക്ക വിധം
ശീലപ്രഭുപാദരുടെ പ്രഭാഷണങ്ങൾ, നമ്മുടെ ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ വീട്ടിൽ ഇട്ടുകൊണ്ടേയിരിക്കണം. എവിടെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഇത് കേൾക്കും, മനസ്സിൽ ക്യാച്ച് ചെയ്യും. സംഭവിച്ചിട്ടുണ്ട്. ഞാനൊരു അനുഭവം പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് ആ മാതാജി കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നു, വീട്ടിൽ സത്സംഗങ്ങൾ ചെയ്യുന്നു, ഭക്തിത സേവനം ചെയ്യുന്നു, ഭഗവാന് വേണ്ടിയിട്ട് പ്രസാദം സേവ ചെയ്യുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലഘട്ടത്തെ പറ്റി പറയാം. അന്ന് അവരുടെ ഭർത്താവ് പ്രസംഗങ്ങൾക്ക് പോകുമ്പോൾ നീരസം പ്രകടിപ്പിക്കുമായിരുന്നു. അങ്ങനെ വീട്ടിലൊരു വഴക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമായിട്ട് അദ്ദേഹം അത് ചുരുക്കി. ബാക്കിയുള്ള ദിവസവും വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകില്ല. ഭാര്യ സമ്മതിക്കത്തില്ല പുറത്തു പോകാൻ. ഭാര്യയുടെ ഒപ്പം വേണം. വീട്ടിലൊരു പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയും. അങ്ങനെ മറ്റു സത്സംഗങ്ങൾ ഒഴിവാക്കി ആഴ്ചയിൽ ഒരു പബ്ലിക് ക്ലാസ്സിൽ മാത്രം വരും. അതേസമയം അദ്ദേഹം രാവിലെ എഴുന്നേറ്റിട്ട് ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യുമ്പോൾ, ആരതി ചെയ്യുമ്പോൾ ശീലപ്രഭുപാദരുടെ പ്രഭാഷണങ്ങൾ ഉറക്കെ അദ്ദേഹം ചീടിയിടുമായിരുന്നു. അടുക്കളയിൽ നിന്ന് ഭാര്യ അടുക്കളയിൽ പല കാര്യങ്ങളിലും മുഴുകും, ഭാര്യയുടേതായ ലോകത്ത്. പക്ഷേ ചില സമയങ്ങളിൽ പ്രഭുപാദരുടെ ചില വാക്കുകൾ, ആ ഷാർപ്പൺ വേർഡ്സ് അവരുടെ കർണങ്ങളിൽ പ്രകമ്പനം കൊള്ളിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അറിയാതെ പ്രഭുപാദരുടെ പ്രഭാഷണങ്ങളെ പറ്റി, അതിലെ സംശയങ്ങളോ ഒക്കെ ചോദിച്ചു തുടങ്ങി ഭർത്താവിനോട്. ഭർത്താവ് വളരെ സാധാരണ പോലെ അതിന്റെ ഉത്തരങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ഒരു 2-3 വർഷത്തിന് ശേഷം അവര് പരിപൂർണമായി സറണ്ടർ ചെയ്തു. ഹിസ് ഹോളിനസ് ജയപതാക സ്വാമി മഹാരാജിൽ നിന്ന് ശിഷ്യത്വവും സ്വീകരിച്ചു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടാവും? മനസ്സിലാവുന്നുണ്ടോ? ഹരേ കൃഷ്ണ. പ്രഭു ഇത് മുമ്പുള്ളതല്ലേ പ്രഭു, അതോ എന്തോ നേരത്തെ ഉള്ളതല്ലേ പ്രഭു പറഞ്ഞേ? മനസ്സിലായില്ല. പണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് പറഞ്ഞ പ്രഭു നേരത്തെ ഉള്ള ആ ഒരു ഇതിലാണോ? വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതും ഇന്ന് അവരുടെ പരിവർത്തനവും ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കാച്ചിങ് പോയിന്റ് ഉണ്ടാവണം ഭാഗവതത്തിലൂടെ. അത് ജീവിതത്തിൽ അവർക്ക് വളരെ പ്രയോജനം ചെയ്യും. ഫിസിക്കലി അവർക്കത് ഫീൽ ചെയ്യുമ്പോഴാണ് അത് അവരുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ അവർ തന്നെ ശ്രമിക്കുന്നത്. അതിന് നമ്മൾ കാരണക്കാരനാകണം. അപ്പോൾ ഭർത്താവ് എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രതിനിധിയാകുമ്പോൾ ഭർത്താവിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ വളരെ നിർണായകമാണ്. അതാണ് അടുത്ത ശ്ലോകം, 13ാമത്തെ ശ്ലോകം പറയുന്നത്. പുരോ പിതാനോ ഭഗവാൻ ദക്ഷോ ദുഹിത്യവത്സലഹ കം പ്രണീത വരം വത്സ ഇത്യപൃച്ഛതന പൃഥക്. സമയമായി, അതുകൊണ്ടാണ് സ്പീഡ്. ഒരു ഭർത്താവിനെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പിതാവ് പുത്രിമാർക്ക് അനുവദിച്ചിരുന്നെങ്കിലും സ്വതന്ത്രമായ സഹവാസത്തിന് സമ്മതിച്ചിരുന്നില്ലെന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാം. പ്രവൃത്തി കൊണ്ടും വ്യക്തിത്വം കൊണ്ടും പ്രശസ്തനായ വ്യക്തിയെ മനസ്സുകൊണ്ട് തെരഞ്ഞെടുത്തറിയിക്കാൻ പുത്രിമാരോട് പ്രത്യേകം ആവശ്യപ്പെടും. അന്തിമ തെരഞ്ഞെടുപ്പ് പിതാവിന്റെ തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും. ഇന്ന് കാണുന്നത് പോലെ ശാരീരികമായിട്ടുള്ളൊരു ആകർഷണത്തിൽ എനിക്ക് അയാൾ മതി എന്നുള്ളതല്ല. തീർച്ചയായിട്ടും പെൺകുട്ടികൾക്ക് അവർക്ക് അവകാശമുണ്ട്. അവർക്കുടേതായ സങ്കല്പങ്ങളാൽ ഭർത്താക്കന്മാരെ തെരഞ്ഞെടുക്കൂ, പറയൂ, അഭിപ്രായം പറയൂ. പക്ഷെ ഫൈനൽ ഡിസിഷൻ ഒരു പിതാവിന്റെയും മാതാവിന്റെയും മാത്രമായിരിക്കണം. കാര്യം അവരാണ് പരിചയസമ്പന്നർ. ഇന്ന് ചില കുട്ടികൾ കളിയാക്കും, അച്ഛനമ്മമാരെ നിങ്ങളെല്ലാം 1G യുഗത്തിലാണ്, ഞങ്ങളെല്ലാം 6G യുഗത്തിലാണ്. ശരിയല്ലേ? ആണോ അല്ലേ? പറയാം പ്രഭു, ശരിയാ. അപ്പൊ ഈ 6G യുഗത്തിലെ
ഈ 6G എക്യുപ്മെന്റ്സ്, ഈ 6G കാര്യങ്ങള് ആരുടെ തലയിലൂടെയാണ് ഉണ്ടായത്? മനുഷ്യന്റെ. ഒന്നുകൂടെ 1G എന്ന മനുഷ്യന്റെ തലയിലൂടെയാണ് 6Gയിലെ കാര്യങ്ങളെല്ലാം ഉണ്ടായത്. ആണോ അല്ലേ? അതെ, ആണല്ലോ. അപ്പൊ അത്രമാത്രം പരിചയസമ്പന്നരാണ് 1G എന്ന് പറയുന്നത്. എന്നിട്ട് ഈ 1G ചെയ്തു വച്ചിരിക്കുന്ന ആ സംഭവങ്ങൾ 6G, ഈ 6Gയിലൂടെ അവർ അനുഭവിക്കുന്നു എന്ന് മാത്രം. എന്നിട്ട് അവർ പറയും 1Gക്ക് ഒന്നും അറിയില്ല എന്ന്. ശരിയോ തെറ്റോ? ശരിയാ പ്രഭു. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ തലമുറ അനുഭവിക്കുന്ന 6th ജനറേഷന്റെ എല്ലാ സംഭവ വികാസങ്ങളും ഉരുത്തിരിഞ്ഞത് ഫസ്റ്റ് ജനറേഷൻ എന്ന മനുഷ്യന്റെ തലയിലൂടെ മാത്രമാണ്. പറഞ്ഞു വന്നത്, അച്ഛനും അമ്മയും വളരെ പരിചയസമ്പന്നരാണ്. അപ്പോൾ തൻ്റെ മകൾ തെരഞ്ഞെടുത്ത വ്യക്തിയെ പറ്റി കൂടുതൽ അനലൈസ് ചെയ്ത് അതിനൊരു തീരുമാനമുണ്ടാക്കും. ആ തീരുമാനത്തെ പെൺകുട്ടികൾ അക്സെപ്റ്റ് ചെയ്യണം എന്നർത്ഥം. വെറുതെ ശാരീരികമായ താല്പര്യം അനുസരിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അർജുനൻ ദുഃഖിച്ചതുപോലെ വർണ്ണസങ്കരം ഉണ്ടാവുകയും പിന്നീട് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യാൻ പോലും കുലസ്ത്രീകൾ ക്ഷയിക്കുകയും ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യാൻ പോലും ഒരു ജനറേഷൻ ഉണ്ടാകാതെ വരികയും ചെയ്യുന്ന പരിതസ്ഥിതിയിലേക്ക് അധപ്പതിക്കും. ആ കുടുംബം തന്നെ നശിക്കും. ഇതാ ഇവിടെ ദക്ഷൻ പെൺകുട്ടികൾക്ക്, തന്റെ മക്കൾക്ക് സ്വതന്ത്രമായ അനുവാദം കൊടുത്തുവെങ്കിലും ഫൈനലി അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച്, അദ്ദേഹത്തിന്റെ തീരുമാനമനുസരിച്ചിട്ട് 13 മക്കളെയും കശ്യപ പ്രജാപതിക്ക് വിവാഹം ചെയ്തു. അപ്പോൾ അവസാന തീരുമാനം അച്ഛന്റെയും അമ്മയുടെയും ആയിരിക്കണം. ആ അച്ഛന്റെയും അമ്മയുടെയും തീരുമാനം വളരെ ശരിയും നിർണായകവുമായിരിക്കണം, വളരെ ശരിയായിരിക്കണം. അങ്ങനെ ശരിയായ ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ആ അച്ഛനും അമ്മയും പരിപൂർണമായി ഭഗവത് സേവകരായിരിക്കണം. വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാസിന്ധുഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. സമയം, കാലം, തീരുമാനങ്ങൾ ഇതെല്ലാം ജീവിതത്തിൽ വളരെ നിർണായകമാണ് നമ്മുടെ മുന്നോട്ടുള്ള പോക്കില്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ഇതിനെപ്പറ്റി? ഹരേ കൃഷ്ണ പ്രഭു. 4 മിനിറ്റ്. വിവാഹത്തെ കുറിച്ച് പ്രഭു ഒന്ന് പറഞ്ഞു. അതൊന്നുകൂടെ ഞാൻ എഴുതിയെടുത്തോണ്ട് വന്നായിരുന്നു. അപ്പോഴത്തേക്ക് പ്രഭു എടുക്കാൻ പറ്റിയില്ല എഴുതാൻ. വിവാഹത്തെ കുറിച്ച് ഒരു വാചകം പറഞ്ഞില്ലേ പ്രഭു? ഗർഭധാന സംസ്കാരം. കുറച്ചുകൂടെ വിശദീകരിച്ച് ഒന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു വന്നത്? ഞാൻ എവിടെ എഴുതി വെച്ചത്? ഒന്നും ഓർമ്മ വരുന്നില്ല. എവിടെ എഴുതി വെച്ചത്? എന്താണ് വിവാഹം എന്ന് പറയുന്നതെന്ന് പറഞ്ഞ് പ്രഭു പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ഞാൻ ബുക്കെടുത്ത് എഴുതാൻ പോയപ്പോഴത്തേക്ക് പ്രഭു അപ്പോഴത്തേക്ക് തീർന്നു. വിവാഹം എന്ന് പറയുന്നത് ജീവിതത്തിലെ നിർണായക മുഹൂർത്തമാണ്. അടുത്ത ഒരു ജനറേഷൻ, ആ ഒരു ജനറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് വന്നെങ്കിലേ ഈ പറയുന്ന അച്ഛനമ്മമാർക്ക് കൂടി രക്ഷയുള്ളൂ. അവിടെയാണ് പുത്രന്റെ കടമ. അങ്ങനെ വരുമ്പോൾ അന്നത്തെ ദിവസം ലക്ഷ്മി ദേവിയുടെ പ്രതിനിധിയായിട്ടാണ് ആ വധു വീട്ടിലേക്ക് വരുന്നത്. ലക്ഷ്മി ദേവിയുടെ സ്ഥാനമാണ് ആ വീട്ടിൽ കൊടുക്കേണ്ടത്. അന്നത്തെ ദിവസം അവിടെ സന്ധ്യാസമയം ലക്ഷ്മി ദേവിയെ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ഭഗവാനെ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. ഭഗവാനെ സ്വീകരിച്ചെങ്കിലല്ലേ ലക്ഷ്മി ദേവി അവിടെ വരത്തുള്ളൂ. അപ്പോൾ ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് വരൻ, ലക്ഷ്മി ദേവിയുടെ പ്രതിനിധിയായിട്ടാണ് വധു. ആ സന്ധ്യാസമയം അവിടെ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കണം എന്നർത്ഥം. അല്ലാതെ അസ്ഥിക്കൂട്ടങ്ങളോ എല്ലിൻകൂട്ടങ്ങളോ അല്ല ആ വീടിന് ചുറ്റും വേണ്ടത് എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഇത്രയും പറയാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് പിന്നീട് വളരെ വിഷമകരമായിട്ട് മാറുന്നത്. പിന്നെ പറയാം, അശോ എൻ്റെ കുഞ്ഞിൻ്റെ നാള് കൊള്ളില്ലല്ലോ, ചൊവ്വാദോഷം വന്നല്ലോ, ഇതൊക്കെ നോക്കണമല്ലോ, അവർക്ക് പുത്രഭാഗ്യം ഇല്ലെന്നാണല്ലോ. ഇതൊക്കെ ഓർത്ത് നമ്മൾ പിന്നീട് സങ്കടപ്പെടേണ്ടി വരും.
ഇതെല്ലാം സംഭവിച്ചത് നമ്മൾ മുഖാന്തരമാണ്, നമ്മൾ കാരണമാണ്, നമ്മൾ സമയം തെറ്റിച്ചത് കൊണ്ടാണ്. തിഥിക്ക് ചെറിയൊരു സമയം ക്ഷമിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഭൂമിക്ക് നാശമായ അസുരന്മാരെ സൃഷ്ടിക്കേണ്ടി വരില്ലായിരുന്നു. മനസ്സിലായില്ലേ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. പിന്നെ കുട്ടിയെ പറഞ്ഞിട്ട് ആ കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല പ്രഭു, ഇല്ല. പക്ഷെ ഇപ്പോഴും നമ്മൾ വളരെ പശ്ചാത്തപിക്കും അല്ലേ സെൻസിറ്റീവ് പ്രഭു? ആണ്. പശ്ചാത്തപിച്ചിട്ട് അത് എന്തെങ്കിലും കാര്യം? ഇപ്പൊ ഒരു കാര്യവും ഇല്ലല്ലോ പ്രഭു. പശ്ചാത്തപിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷെ അതിന് പരിഹാരം ഒന്നുമില്ല. അതാണ്. പിന്നെ അപ്പൊ നമ്മൾ നമ്മൾ അതിന് ഭക്തിയുത സേവനത്തിൽ കൂടി അവരെ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കാൻ നമുക്ക് പറ്റും. ഇങ്ങനെയുള്ള അറ്റ്ലീസ്റ്റ് ഇത്തരം കാര്യങ്ങളെങ്കിലും നമ്മൾ ഫിസിക്കലി തെളിവോടുകൂടി അവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾ അവർ കാണിച്ചു കൊടുക്കണം. അപ്പോഴാണ് പതിയെ പതിയെ കൃഷ്ണ അവബോധത്തിലേക്ക് അവർ വരുന്നത്. ശരിയാണ് ശാസ്ത്രം പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വൃന്ദാവനം, നമുക്ക് വൃന്ദാവനം അറിയത്തില്ലായിരുന്നു. എന്തുകൊണ്ട് വൃന്ദാവനം അറിയത്തില്ല? നമ്മളെ ആർക്കും പറഞ്ഞു തന്നില്ല. എന്തുകൊണ്ട് അവർക്ക് പറയാൻ പറ്റാതായി പോയി? അവർ ഗുരു ശിഷ്യ ബന്ധത്തിലൂടെ പഠിച്ചിട്ടില്ല. അതേസമയം ഭാഗവതത്തിലുണ്ടോ? ഉണ്ട്. ഫിസിക്കലി നമ്മൾ കാണുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ പോയിട്ടില്ലേ? നമ്മൾ പോയിട്ടില്ലെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ളവരെങ്കിലും പോയിട്ടുണ്ടോ? ഉണ്ട്. അവർ ഫിസിക്കലി കണ്ടു, ബോധ്യപ്പെട്ടു വൃന്ദാവനമുണ്ട് എന്നുള്ളത്. ഇതെല്ലാം നമ്മൾ പഠനം വഴിയേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ എന്നർത്ഥം. ശരിയല്ലേ? അതെ. അത്രയേ ഉള്ളു കാര്യം. നമ്മൾ ഇത്തിരി ഒന്നും മെനക്കെടണം. ഹരേ കൃഷ്ണ. മറ്റെന്തെങ്കിലും കാര്യങ്ങള്? ഹരേ കൃഷ്ണ പ്രഭുജി. പണ്ടൊക്കെ മാതാപിതാക്കന്മാരാ വരമനെ കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഇപ്പോഴേ മാതാപിതാക്കന്മാരെ കണ്ടുപിടിച്ചു കഴിയുമ്പം പറയും ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് അത് മതിയെന്ന്. മാതാപിതാക്കന്മാര് കണ്ടെത്തണ്ട. കുട്ടികൾ സ്വാതന്ത്ര്യം കൊടുത്തോളൂ, കുഴപ്പമില്ല. പക്ഷെ ഇതേപോലെ പറയണം. ചില കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിക്കാനും അത് ആ സമയത്ത് മാത്രമല്ല നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പോഴാണ് അന്തരീക്ഷം തകരുന്നത്. നല്ലൊരു ബന്ധം കുട്ടികളും അച്ഛനും അമ്മയുമായിട്ട് നേരത്തെ ആ ഒരു ഫൗണ്ടേഷൻ നമുക്ക് ഉണ്ടാവണം. ആ ഫൗണ്ടേഷനാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ഒരു സൗഹൃദ അന്തരീക്ഷം ഭക്തിയുത സേവനത്തിലൂടെ ആ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അപ്പോഴാണ് പെൺകുട്ടി പറയും, തീർച്ചയായിട്ടും നിന്റെ സ്വാതന്ത്ര്യമാണ്, നിനക്ക് നിന്റെ പുരുഷനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് നിന്റെ സ്വാതന്ത്ര്യമാണ്, തരൂ, ലിസ്റ്റ് തരൂ, ഞങ്ങൾ നോക്കട്ടെ, ഫൈനൽ നമ്മുടെ തീരുമാനമായിരിക്കും. നീ 2 or 3 പേരുടെ ലിസ്റ്റ് തരും, നമ്മൾ തീരുമാനിക്കും, കാര്യങ്ങൾ നോക്കും, നമുക്കിതും സംസാരിക്കാം. അവർ പറയുന്ന കാര്യങ്ങൾ നോക്കൂ. എത്ര പേര് പെൺമക്കളുമായിട്ട് ഇങ്ങനെ തുറന്ന് സംസാരിക്കാറുണ്ട്? തീർച്ചയായിട്ടും വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായിട്ടുള്ള ആകർഷണത്തിലൂടെ മാത്രമാണ് ഒരു ആകർഷണം ഉണ്ടാകുന്നത്, ഒരു താല്പര്യം ഉണ്ടാകുന്നത്. ആ താല്പര്യം പിന്നീട് മനപ്പൊരുത്തമെന്നോ മറ്റേതെന്നോ എന്തെങ്കിലുമൊക്കെ പേരിട്ട് വിളിക്കും. പക്ഷെ ഫസ്റ്റ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് താല്പര്യം വന്നത് ശാരീരികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ്. ആർക്കും നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല പ്രഭു. ഞാൻ ഇന്നലെ ഒരു റിസപ്ഷന് പോയിരുന്നു. കല്യാണം ഉണ്ടായിരുന്നു, റിസപ്ഷൻ ഉണ്ടായിരുന്നു. പ്രഭു ഇപ്പൊ പറഞ്ഞ കാര്യം ആലോചിക്കുക